സിറിയയിലെ പുതിയ സാഹചര്യങ്ങൾ മുതലെടുത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബഫർ സോൺ ഇസ്രായേലി സൈന്യം മറികടന്നതായാണ് റിപ്പോർട്ട്. സിറിയയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നിരവധി ആക്രമണങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിലായി ഇസ്രായേൽ സൈന്യം നടത്തിയിരുന്നു. കൂടാതെ സിറിയൻ കപ്പലുകൾക്ക് നേരെയും ഇസ്രായേൽ നേവി ആക്രമണം നടത്തി. ലത്താക്കിയ തുറമുഖത്തിന് സമീപം നിരവധി കപ്പലുകൾ ഇസ്രായേൽ തകർത്തു. സിറിയൻ തലസ്ഥാനമായ ദമസ്കസിന്റെ തെക്ക് പടിഞ്ഞാറ് ഏകദേശം 25 കിലോമീറ്റർ വരെ ഇസ്രായേൽ സൈന്യം അതിക്രമിച്ചു കയറിയെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദമസ്കസിൽ നിന്നും 21 കിലോമീറ്റർ അകലെയുള്ള കത്താന നഗരത്തിൽ ഇസ്രായേൽ സൈന്യം എത്തിയതായി സിറിയൻ സുരക്ഷാ അധികൃതർ പറയുന്നു. ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകളെ സിറിയയിൽ നിന്നും വേർതിരിക്കുന്ന സൈനിക രഹിത മേഖലയുടെ കിഴക്കുഭാഗത്താണ് കത്താന സ്ഥിതി ചെയ്യുന്നത്. സൈനിക രഹിത മേഖലയിലെ ഹെർമോൺ പർവ്വതവും സമീപത്തെ ഗ്രാമങ്ങളും ഇസ്രായേൽ സൈന്യം കൈയടക്കിയതായി അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ബഫർ സോൺ മറികടന്ന കാര്യം ഇസ്രായേൽ നിഷേധിച്ചു. 1974 യോം കിപ്പൂർ യുദ്ധത്തെ തുടർന്നാണ് ഇസ്രായേലും സിറിയയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൈനിക രഹിത പ്രദേശത്തിനുള്ള കരാർ ഒപ്പിട്ടത്. 235 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ബഫർ സോണാണിത്. മുൻപ് പലതവണ ഇസ്രായേൽ സൈന്യം ബഫർ സോണിലേക്ക് അതിക്രമിച്ച് കയറിയിട്ടുണ്ട്. എന്നാൽ 50 വർഷത്തിനിടെ ആദ്യമായാണ് പ്രദേശത്തെ സൈന്യത്തെ ഇസ്രായേൽ വിന്യസിക്കുന്നത്. തങ്ങളുടെ അതിർത്തി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈന്യം നടപടി സ്വീകരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനെ ന്യായീകരിക്കുന്നത്. സിറിയൻ സൈനികർ പിന്മാറിയതോടെ 1974 കരാർ റദ്ദായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ബഫർ സോൺ മറികടന്നു പോകാൻ പദ്ധതിയില്ലെന്നും നെതന്യാഹു പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ നടപടിയെ സിറിയ എതിർത്തു. രാജ്യത്തിന്റെ സ്ഥിരത ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ലെന്ന് സിറിയൻ പ്രധാനമന്ത്രിയുടെ ഉപദേശകൻ ഡോക്ടർ അബ്ദുൽ ഖാദർ പറഞ്ഞു. സിറിയയുടെ പ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്താനും കൂടുതൽ പ്രദേശങ്ങളിൽ അധിനിവേശം നടത്താനുമാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. തുടർച്ചയായ 3ാം ദിനത്തിലെ ആക്രമണങ്ങളിൽ സിറിയൻ സേനയ്ക്ക് കീഴിലുണ്ടായിരുന്ന യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, സൈനിക താവളങ്ങൾ, ആയുധ നിർമ്മാണ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവ പൂർണ്ണമായും തകർക്കപ്പെട്ടതായാണ് റിപ്പോർട്ട്. 300-ലേറെ വ്യോമാക്രമണങ്ങളാണ് 2 ദിവസത്തിനിടെ ഇസ്രായേൽ ബോംബറുകൾ സിറിയയിൽ നടത്തിയത്. പ്രതികരിക്കാനോ സൈനികമായി തിരിച്ചടിക്കാനോ ഭരണകൂടം ഇല്ല എന്നതിനാൽ യഥാർത്ഥ കണക്കുകൾ പുറം ലോകമറിയാൻ ഇനിയും വൈകും. ഇതിനിടെ സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന കടന്നുകയറ്റം ചെറുക്കണമെന്ന മുന്നറിയിപ്പുമായി അറബ് രാജ്യങ്ങൾ രംഗത്തെത്തി. സിറിയയിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താൽപ്പര്യങ്ങൾ വിജയിക്കാൻ അനുവദിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അറബ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഹിസ്ബുള്ളയും ഹമാസും രംഗത്തെത്തി.